ഇതൊരു നോർത്ത് ഫേസിങ് വീടാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ നേരെ വരുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്, അതായത് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പോർച്ച്, ഇതിലൊരു സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിന് നേരെ വന്ന് ലിവിങ് റൂം. ഈ ലിവിങ് റൂമിൽ നേരെ വന്നതാണ് നമ്മുടെ ഡൈനിങ്ങിൽ നമ്മളൊരു ഡൈൻ ഔട്ട്, ഓപ്പൺ ഡൈൻ ഔട്ട്. കാരണം ഈ ഓപ്പൺ ഡൈൻ ഔട്ടിൽ നമുക്ക് ഏരിയയിൽ വരാത്തത് കാരണം പേഴ്സ് പോലെ യൂസ് ചെയ്യാനകത്ത് നമ്മൾ റൂഫ് കൊടുക്കുന്നില്ല. ഈ ഡൈൻ ഔട്ട് നമുക്കൊരു റൂമിനൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു വാഷും കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് വാഷ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മളൊരു ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്തു. ബെഡ്റൂമിൽ നിന്ന് നമ്മളൊരു ടോയ്ലറ്റ് ഡ്രസ്സ് വെറ്റ് ഏരിയ, അതായത് ഈ വാസ്തുപ്രകാരം നമ്മളിത് വെക്കുമ്പോഴാണ് ഇതിനകത്ത് ക്ലോസറ്റ് തിരിഞ്ഞു പോയി. അതേപോലെ തന്നെ അത് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്, ഒരു ബേവിൻ്റെ രീതിയിലൊരു സിറ്റിംഗ് ഏരിയ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമ്മൾ സ്റ്റെയർ കേസ് കയറി വന്നിരിക്കുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഈ സൈഡ് ഗ്ലാസ് ആണ്. നമ്മൾ ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്താണ് ഇതിനകത്ത് വ്യൂ സെറ്റ് ചെയ്യാനും പറ്റും. ഇതിനകത്ത് ഒരു ഗ്രീനറി കൊടുക്കാൻ വേണ്ടി സെൻട്രൽ പോർഷനിൽ നമുക്ക് ലൈറ്റും കടത്താൻ പറ്റും. ഈ വരുന്ന ഏരിയയാണ് കിച്ചൺ വരുന്നത്. ഈ കിച്ചൺ എന്നൊരു വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിൻ്റെ ഡോറ് നമ്മൾ പുറത്തുനിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു വർക്ക് ഏരിയ ഇനി എക്സ്റ്റൻഷൻ വരുമ്പോൾ ആ എക്സ്റ്റൻഷനായിരിക്കും ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഇൻസൈഡുള്ള പർപ്പസ് മീറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വരുന്നതിനകത്ത് ഒരു ബെഡ്റൂം വന്നു. അതിനകത്ത് നമ്മൾ സിറ്റിംഗ് ഏരിയ എന്നുള്ളൊരു രീതിയിൽ ബെഡ്റൂമിനകത്തൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡൈവിംഗ് സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു ടോയ്ലറ്റ്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതാണ് നമ്മളുടെ ഡബിൾ ഹൈറ്റ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കിൽ നോക്കുമ്പോൾ ഈ താഴത്തെ ഗ്ലാസ്സിനാണ് അതിന് ടോട്ടലായിട്ട് നമ്മൾ സ്റ്റെയർ കേസ് കയറി വരികയാണ്. ഈ സ്റ്റെയർ കേസ് കയറി തന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ടെറസിലേക്ക് കിടക്കാൻ ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലേക്ക് കിടക്കാനുള്ള ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഇനി വീട് വലുതാകുന്ന പർപ്പസ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയ നമുക്കൊരു ഹോം തിയേറ്ററോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അപ്പർ ലിവിങ്. അപ്പർ ലിവിങ് നമ്മളൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ടോയ്ലറ്റും വന്നിട്ടുണ്ട്. ഈ അപ്പർ ലിവിങ് ഈ വന്ന ഈ ബെഡ്റൂമിൽ നമുക്കൊരു സെപ്പറേറ്റ് ബാൽക്കണി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ബാൽക്കണി ഈ റൈറ്റ് സൈഡിൽ ഓപ്പൺ ടെറസ് ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുക തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഏരിയയുടെ ആവശ്യം അവിടെ വരുന്നില്ല. അവിടെ ബാൽക്കണി വന്നിട്ടുണ്ട്. ഈ പറയുന്ന അപ്പർ ലിവിങ് തന്നെയാണ് അടുത്ത ബെഡ്റൂം. അതിനകത്ത് ടോയ്ലറ്റ് ഡ്രസ്സ്, ഇതിൻ്റെ ഡ്രസ് റൂം വരുന്നില്ല. ടോയ്ലറ്റ് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സൗകര്യം. ഇതിനകത്ത് 869 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് ഇവരുടെ ഈ ആസിഫ് ഒറ്റപ്പാലത്തിനുള്ള ഫസ്റ്റ് ഫ്ലോറിൻ്റെ സൗകര്യങ്ങൾ.